ആലപ്പുഴ കായംകുളത്ത് ബിരിയാണി ചലഞ്ച് നടത്തി പണം തട്ടിയ 3 CPM പ്രവർത്തകർക്കെതിരെ കേസ്. വയനാട് ദുരിതബാധിതർക്ക് സഹായം എന്ന പേരിലായിരുന്നു തട്ടിപ്പ്. കാപ്പ കേസ് പ്രതിയായ മുൻ ലോക്കൽ കമ്മിറ്റി അംഗമാണ് പ്രതികളിൽ ഒരാൾ. FIRന്റെ പകർപ്പ് ജനം ടിവിക്ക്. നിഷ ദിലീപ് ചേരുന്നു. നിഷ, വിശദാംശങ്ങൾ. സെപ്റ്റംബർ മാസത്തിലാണ് വയനാടിനായി ബിരിയാണി ചലഞ്ച് എന്ന പേരിൽ ഇല്ലാത്ത ഒരു സംഘടനയുടെ പേരിൽ, അതായത് തണൽ എന്ന ഒരു പേരിൽ ഇല്ലാത്ത സംഘടന പെട്ടെന്ന് തന്നെ രൂപീകരിച്ചാണ് വയനാടിന്റെ കൈത്താങ്ങായി ബിരിയാണി ചലഞ്ച് നടത്തിയത്. 100 രൂപ നിരക്കിൽ 1200 ബിരിയാണി കിറ്റുകൾ വിറ്റു. എന്നാൽ ഈ പണം സർക്കാരിലേക്ക് നൽകിയിട്ടില്ല. മുഖ്യമന്ത്രിക്കും DGPക്കും ലഭിച്ച പരാതിയെ തുടർന്ന് രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് കായംകുളം പ്രയാറിൽ നടന്നതായി സ്ഥിരീകരിച്ചത്. തുടർന്നാണ് കായംകുളം പുതുപ്പള്ളിയിലെ 3 CPM നേതാക്കൾക്കെതിരെ കായംകുളം പോലീസ് കേസെടുത്തത്. CPMന്റെ മുൻ ലോക്കൽ കമ്മിറ്റി അംഗവും കാപ്പ കേസിലെ പ്രതിയുമായിരുന്ന സിബി ശിവരാജൻ നേരത്തെ പല കേസുകൾ, മണൽക്കടത്ത് കേസിലടക്കം പ്രതിയായിരുന്നയാളാണ്. ഡിവൈഎഫ്ഐയുടെ മേഖലാ പ്രസിഡന്റ് അമൽ രാജൻ, CPM തട്ടേക്കാട് ബ്രാഞ്ച് സെക്രട്ടറി അരുൺ എന്നിവർക്കെതിരെയാണ് കായംകുളം പോലീസ് കേസെടുത്തത്. ബിരിയാണി ചലഞ്ചിന്റെ നോട്ടീസ് CPMന്റെയും ഡിവൈഎഫ്ഐയുടെയും നേതാക്കൾ പലരും ഷെയർ ചെയ്തിരുന്നു. മാത്രമല്ല പല ആളുകളിൽ നിന്നായി വലിയ തുക 5000-വും 10000 രൂപ ഗൂഗിൾ പേ വഴിയും ഈ പ്രതികൾ സമാഹരിച്ചിട്ടുണ്ട്. CPM സമ്മേളനങ്ങളിലടക്കം പിരിച്ച പണം സർക്കാരിലേക്ക് നൽകാത്തത് ചർച്ചയായെങ്കിലും പാർട്ടി നേതൃത്വം കൃത്യമായി മറുപടി നൽകുകയോ എടുക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. എന്തായാലും കായംകുളത്തെ 3 CPM പ്രാദേശിക നേതാക്കൾക്കെതിരെയാണ് ബിരിയാണി ചലഞ്ച് പ്രകാരം വയനാട്ടിലേക്കുള്ള പണം എന്ന രീതിയിൽ സ്വരൂപിച്ച് തട്ടിപ്പ് നടത്തിയതിന് കായംകുളം പോലീസ് കേസെടുത്തിട്ടുള്ളത്. രോഹിണി. ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.